BJP നേതാക്കന്മാർ യാതൊരു ഭയവും കൂടാതെ പറയുന്നതിന് കാരണം അവർക്ക് പിന്നിൽ നിന്നും ഉന്നതമായ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ സപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് സപ്പോർട്ടാണോ എന്ന സംശയം ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ BJP നേതാക്കന്മാർ ഞങ്ങൾ നിയമം ലംഘിക്കും എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസ്താവന നടത്തിയ BJP നേതാക്കന്മാർക്കെതിരായി ഇലക്ഷൻ കമ്മീഷൻ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇരട്ട വോട്ട് കൈവശം വെച്ച് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കളക്ടറായിരുന്ന ആളുകളടക്കമുള്ള, ഇപ്പോൾ കൃഷ്ണതേജയ്ക്ക് എങ്ങനെയാണ് 2 വോട്ട് വരുന്നത്? ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആൾ തന്നെ 2 വോട്ട് കൈവശം വെച്ചിരുന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? ആ എപ്പിക് കാർഡ് നമ്പർ തന്നെ ഇവിടെ വോട്ട് ചേർക്കും, തെറ്റൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഇവിടുത്തെ എപ്പിക് കാർഡിൽ ഇവിടുത്തെ നമ്പർ വോട്ട് എടുക്കുകയാണ്. ഇവിടെ ലോക്സഭയിൽ വോട്ട് ഇപ്പോഴും എടുക്കുന്നുണ്ട്, അത് മാറ്റിയിട്ടില്ല. അവിടെ വോട്ട് എടുക്കുന്നുണ്ട്. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, കളക്ടർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം VS സുനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഇരട്ട വോട്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ എന്നാണോ സുനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജയ്ക്കെതിരെയും അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷനെതിരെയും LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉന്നയിക്കുന്നത്. കാരണം ഇതിന് നേതൃത്വം വഹിക്കുന്നവർ തന്നെ ഇരട്ട വോട്ട് ഉണ്ട്, അവർക്ക് തന്നെ ഇരട്ട വോട്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് തൃശൂരിലും ആന്ധ്രയിലും ഇരട്ട വോട്ടുണ്ട്. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷൻ, കാരണം ഈ ഇരട്ട വോട്ട് വരാൻ കാരണം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനുടെ അറിവോടെയാണ് ഈ ഇരട്ട വോട്ട് വന്നത് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സുനിൽകുമാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണനും അതോടൊപ്പം സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപിയും ഈ തൃശൂരിൽ വോട്ട് ചെയ്തത് അത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടെയാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സുനിൽകുമാർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ നിലവിൽ ശോഭാ സിറ്റി ആലത്തൂർ മണ്ഡലത്തിലാണ്. ആ ശോഭാ സിറ്റിയിലെ 17 പേർ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി, അവിടെ വോട്ട് ചേർത്തു. ഇതിലും ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടെയാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ വിവരാവകാശ കമ്മീഷൻ പ്രകാരം ഈ തൃശൂർ സിറ്റി മണ്ഡലം സെക്രട്ടറി ഒരു അപേക്ഷ നൽകിയിരുന്നു ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട. അതിന് ഉത്തരം നൽകാൻ പോലും ഈ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നില്ല. അതിന് അവർ പറയുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്, അവർക്ക് ഉത്തരം നൽകാൻ കഴിയൂ, നമുക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യവും അതും എടുത്തു പറയുന്നുണ്ട് സുനിൽകുമാർ. ഏതായാലും ഈ ഒരു കാര്യം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഏതറ്റം വരെയും പോകും. ഇതിൽ കുറ്റക്കാരായ ആളുകളെ ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുനിൽകുമാർ പറയുന്നത്. ഏതായാലും ഈ വ്യാപകമായ പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിലുള്ള നിരവധി പേർ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു, വോട്ട് രേഖപ്പെടുത്തി, അതോടൊപ്പം വോട്ട് ചേർത്തു. അത് വീണ്ടും BJP നേതാക്കൾ അതോടൊപ്പം NDA നേതാക്കൾ പലരും ഈ തൃശൂരിൽ താമസിക്കാത്ത പലരും വന്ന് ഇവിടെ വോട്ട് രേഖപ്പെടുത്തി വോട്ട് ചേർത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും സുനിൽകുമാർ ഉന്നയിക്കുന്നു. തൃശൂരിലെ വോട്ടുകൊള്ളയിലാണ് കൂടുതൽ ആരോപണവുമായി VS സുനിൽകുമാർ രംഗത്തെത്തുന്നത്. കളക്ടർക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടുകൂടിയാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇരട്ട വോട്ടുകൾ ചേർത്തത് എന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്